അസ്സലാമലൈക്കും. ഹായ് ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് ഞാൻ ആദ്യമേ തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാളംപുളി അല്ലെങ്കിൽ പിഴുപുളി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വാളംപുളി എന്നാണ് പറയാറുള്ളത്. ചില സ്ഥലങ്ങളിൽ പിഴുപുളി എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഈ പുളി എങ്ങനെയാണ് നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പുളി നമുക്ക് പുളിയിൽ നിന്നും തന്നെ അതിൻ്റെ മരത്തിൽ നിന്നും തന്നെ നമുക്ക് ഇത്ര ഉണങ്ങിയാണ്, ഇത് താഴെ വീണ് കിട്ടിയ പുളിയാണ്. അപ്പോൾ ഇത്ര ഉണങ്ങിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉണങ്ങിക്കഴിഞ്ഞ് ഇത് പറിച്ചും എടുക്കാം നമുക്ക്. അപ്പോൾ ഈ പുളി കായ്ക്കുന്ന മരം ഏതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ മരത്തിൽ നിന്നുമാണ് ഈ പുളി നമുക്ക് കിട്ടുന്നത്. ഈ മരത്തിൻ്റെ കായാണ് ഈ പുളി. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉണങ്ങിയ ശേഷം താഴെ വീണ പുളിയാണിത്. അപ്പോൾ ഈ പുളി എങ്ങനെയാണ് നമുക്കിതൊന്ന് എടുക്കുന്നത് നോക്കാം. ഇതിൻ്റെ കണ്ടല്ലോ, ഈ പുളി ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ തോട് തേണ്ടി ഇങ്ങനെ തന്നെ പൊളിച്ചെടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ ഇത് പൊളിഞ്ഞ് പോരും, പൊട്ടി പോരും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ആ ഞരമ്പുണ്ട്, കണ്ട പുളിയുടെ ഞരമ്പെന്നാണ് പറഞ്ഞത്, അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വലിച്ചും നമ്മൾ മാറ്റിയെടുക്കുന്നു. എന്നിട്ട് നമ്മളിത് അതിൻ്റെ ഓരോ അറയിൽ നിന്നും അത് കുരു കുത്തി കുരുവിനെ വേർതിരിച്ചെടുക്കുന്നു. ഇങ്ങനെ രണ്ടതേ കുത്തി ഓരോ അറയിൽ നിന്നും അതിൻ്റെ കുരുവിനെ വേർതിരിക്കും. ഇച്ചിരി മെനക്കെട്ട പണിയാണ്, ഇതിന്ന് കുത്തണമല്ലോ. ഒത്തിരി പുള്ളിയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിട്ട് ഇങ്ങനെ മാറ്റി നമ്മളെടുത്ത് മൊത്തമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ മൊത്തമായിട്ടും അതിൻ്റെ കുരു കുത്തിയെടുത്ത് മാറ്റിയെടുത്ത പുളി നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയും കുരുവും അത്രയും വേസ്റ്റുമാണ് ഇതിന് കിട്ടിയിരുന്നത്. അതിൻ്റെ ഞരമ്പും തോടും എല്ലാം കൂടെയാണ് അത്. അപ്പോൾ അത് നമുക്ക് കളയാനാണ്. നമുക്ക് പുളിക്ക് ഈ കുത്തിയെടുത്ത പുളി മാത്രമേ ആവശ്യമുള്ളൂ. ഇത് പിച്ചാത്തിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, അല്പം കൂടെ ഉണങ്ങാനുണ്ട് പുളി. ഇതേ കണ്ട പുളി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കയ്യിലൊന്നും ഒട്ടുകയില്ല. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി ഒന്ന് വെയിലത്ത് വെച്ച് 2 ദിവസം കൂടി ഉണക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് ഇവിടെ എത്തിക്കുന്നത്. കുറച്ച് പുളിയുള്ളതുകൊണ്ട് അതിനകത്തോട്ട് നേരത്തെ ഞാൻ വെയിലത്തോട്ട് വെക്കാൻ പോകണേ. ചാക്കിലാണെങ്കിലും വെച്ച് നമുക്ക് ഉണങ്ങിയെടുക്കാം. അപ്പം നല്ല വെയിലത്ത് തന്നെയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. 2 ദിവസം ഇത് അവിടെ നിന്ന് ഉണങ്ങി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ദണ്ഡി കളറായിട്ടുണ്ട് പുളിക്ക്. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ പുളി നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലൊന്നും ഇനി ഒട്ടത്തില്ല. കണ്ടോ, നല്ല സൂപ്പറായിട്ട് അത് ഉണങ്ങി നമ്മൾ എടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടത്തില്ല. എങ്ങനെയൊക്കെ കാണിച്ചിട്ടും കയ്യിലൊട്ടത്തില്ല. ഇതിനി നമുക്കുണ്ടല്ലോ കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് വിരകി ഇതിനുമായിട്ട് യോജിപ്പിച്ച് ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഉപ്പിൻ്റെയും പുളിയുടെയും ഉപ്പ് പിടിച്ചിരിക്കുന്ന പുളിക്ക് എന്നാ രുചിയാണെന്നറിയാമോ? അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് അതൊന്ന് റെഡിയായി വരുമ്പോഴാണ് ഈ നമ്മുടെ പുളിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കറുത്തിരിക്കുമല്ലോ. പിഴിപുളി നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴേ കറുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉപ്പ് പിടിച്ച് പുളി റെഡിയായിരിക്കുന്നത്. അപ്പം നേരെ നമ്മൾ ഉരുട്ടി അതൊരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിനി അതുണ്ടല്ലോ ഒരു ടിന്നിനകത്തോട്ടിട്ട് അടച്ച് വെക്കാം. അപ്പോൾ പണ്ട് കാലത്തുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴല്ലോ മക്കളെ കാണിച്ച് വെക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ പുളി അങ്ങോട്ട് അവർ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പുളി കാണത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുളിക്ക്. അപ്പോൾ നമ്മുടെ പിഴുപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കറിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ പിഴുപുളി അല്ലെ വാളംപുളി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.